ഹായ് ഫ്രണ്ട്, ആഞ്ജലി ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണു ജി രഞ്ജിത്ത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5-year പ്ലാൻ അഥവാ പഞ്ചവത്സര പദ്ധതികൾ. നിങ്ങൾക്കറിയാം മത്സര പരീക്ഷകളിൽ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഈ ടോപ്പിക് എന്ന്. ഈ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഒറ്റ ക്ലാസ്സിലൂടെ തന്നെ കോഡിലൂടെ കണക്ട് ചെയ്ത് രസകരമായിട്ട് പഠിച്ചാലോ. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങുന്നത് 1951 മുതലാണ്. 1950 ജനുവരി 26-നാണ് നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആവുന്നത്. അതിന്റെ തൊട്ടടുത്ത വർഷം 1951 ഏപ്രിൽ 1 തൊട്ടാണ് നമ്മുടെ രാജ്യത്ത് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത് എന്ന് ഓർത്തോളൂ. 1951 ഏപ്രിൽ ഫൂള് ദിവസം മുതൽ എന്നും കണക്ട് ചെയ്തോളൂ. അന്ന് തൊട്ട് 2012 വരെ 12ഓളം പഞ്ചവത്സര പദ്ധതികളാണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലായിട്ടുള്ളത്. എന്നാൽ നരേന്ദ്രമോദി ഗവൺമെന്റ് കയറിയതിനു ശേഷം 2014 അവസാനത്തോടുകൂടി പഞ്ചവത്സര പദ്ധതികൾ നിർത്തലാക്കുകയായിരുന്നു. 12ാമത്തെ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്ന കാലയളവ് 2012 മുതൽ 17 വരെയാണ്. എന്നാൽ അതിനു പകരം നീതി ആയോഗ് നിലവിൽ വന്നതുകൊണ്ട് അത് പിൻവലിക്കുകയാണ്. അങ്ങനെ നമുക്ക് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും പഞ്ചവത്സര പദ്ധതിയിൽ നിന്നുള്ളത് ഒറ്റ ക്ലാസ്സിലൂടെ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ. അത് മാത്രമല്ല, ഞങ്ങളുടെ ക്ലാസ്സിന്റെ ഈ PPT പ്രസന്റേഷന്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് വേണം എന്നുണ്ട് എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ജോയിൻ ചെയ്തോളൂ. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെയും ലിങ്ക് ഞാൻ അവിടെയും ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ്സും മിസ്സാകത്തില്ല. അപ്പോ പഞ്ചവത്സര പദ്ധതികൾ ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 1951 ഏപ്രിൽ 1-നാണ്. എന്നാൽ അതിന് ഒരു വർഷം മുന്നേ തന്നെ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 1950 മാർച്ച് 15-നാണ് നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു 1950-നാണ് നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആയത്. നമ്മൾ വെച്ച് തന്നെ ആലോചിച്ചാൽ മതി. നമ്മളൊരു 18 വയസ്സൊക്കെ കഴിഞ്ഞ് റിപ്പബ്ലിക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫ് പ്ലാൻ ചെയ്യുമല്ലേ. അങ്ങനെ കണക്ട് ചെയ്തോളൂ. അപ്പൊ റിപ്പബ്ലിക് ആയ അതേ വർഷം തന്നെ പ്ലാൻ ചെയ്യാനായിട്ട് പ്ലാനിംഗ് കമ്മീഷനും 1950-ൽ ആരംഭിച്ചു. 1950 മാർച്ച് 15-നാണ് നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ ആരംഭിക്കുന്നത്. എങ്കിൽ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആരംഭിക്കുന്നത് എപ്പോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1952 ഓഗസ്റ്റ് 6 ഹിരോഷിമ ഡേ ആണ് ഓഗസ്റ്റ് 6. അത് പഞ്ചവത്സര പദ്ധതി 1951-ലാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആരംഭിക്കുന്നത് എന്നും ഓർത്തോളൂ. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ് പഞ്ചവത്സര പദ്ധതികൾക്കുള്ള പദ്ധതി തയ്യാറാക്കുന്നത്. പദ്ധതിയും ആസൂത്രണവും ഒക്കെ തയ്യാറാക്കുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ്. എന്നാൽ അതിനു മുന്നേ ആരംഭിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മീഷനാണ് ഇതിനെ നടപ്പാക്കുന്നത്. നാഷണൽ പ്ലാനിംഗ് കമ്മീഷന്റെയും നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെയും അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ആണ് എന്നും നിങ്ങൾ ഓർത്തു വയ്ക്കൂ. അപ്പോ 1951 ഏപ്രിലിൽ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നു. അതിന്റെ തൊട്ട് മുന്നത്തെ വർഷം നമ്മൾ റിപ്പബ്ലിക് ആയി. അപ്പോ പ്ലാനിങ്ങും തുടങ്ങി എന്നോർത്തോളൂ. നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ 1950 മാർച്ച് 15-ന് ആരംഭിച്ചു. എന്നാൽ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഡെവലപ്പ് ആവാൻ വേണ്ടിയുള്ള ഐഡിയയാണ് പഞ്ചവത്സര പദ്ധതികൾ അല്ലേ. അത് ആരംഭിക്കുന്നത് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് 1952 ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനത്തിൽ. അതാണ് നമ്മുടെ രാജ്യം ഡെവലപ്പ് ആവാനുള്ള ഐഡിയ ആസൂത്രണം തയ്യാറാക്കുന്നത് എന്നും ഓർത്തോളൂ. എന്നാൽ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടം മേടിച്ചത് എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ അത് USSRന്റെ പ്ലാൻ ആയിരുന്നു എന്നും ഓർത്തോളൂ. ഉഷാർ USSR എന്നാൽ ഉഷാർ പ്ലാൻ ആണ്. USS കാരനായിട്ടുള്ള ഒരു സ്റ്റൈലിഷ് മനുഷ്യന്റെ കയ്യിൽ നിന്നാണ് ഇന്ത്യ കടം മേടിച്ചത്. സ്റ്റൈലിഷ് എന്നാൽ അദ്ദേഹത്തിന്റെ പേരാണ് സ്റ്റൈലുമായിട്ട് സാമ്യമുള്ളത്. ജോസഫ് സ്റ്റാലിൻ. ജോസഫ് സ്റ്റാലിന്റെ കയ്യിൽ നിന്നും ഉഷാർ പ്ലാൻ വാങ്ങി വിശ്വേശ്വരൻ ഇന്ത്യയിൽ നടപ്പിലാക്കി എന്നാണ്. വിശ്വേശ്വരനാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. M വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിന്റെ പിതാവ്. ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് പ്ലാൻ എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യ. ഈസിയായിട്ട് കണക്ട് ചെയ്യാലോ. അപ്പോ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ നിന്നും ഉഷാർ പ്ലാന് ഇന്ത്യയിൽ വിശ്വേശ്വരൻ നടപ്പിലാക്കി എന്നാണ്. സ്റ്റൈലിഷ് എന്നാൽ ജോസഫ് സ്റ്റാലിൻ.
അദ്ദേഹം ഈ ആശയം അവതരിപ്പിക്കുന്നത് 1928 ഇന്ത്യയിൽ ബർദോളി സത്യാഗ്രഹവും സൈമൺ കമ്മീഷനൊക്കെ അവതരിപ്പിക്കുന്ന സമയമാണ് 1928. അപ്പൊ ആ വർഷമാണ് ജോസഫ് സ്റ്റൈലൻ പ്ലാന് അവതരിപ്പിച്ചത്. ഈ ഉഷാർ പ്ലാന് ഇന്ത്യ അങ്ങ് കടം വാങ്ങുകയാണ്. അതാണ് USSRന്റെ പക്കൽ നിന്നും അത് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. വിശ്വേശ്വരനാണ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിന്റെ പിതാവാര് എന്ന് ചോദിച്ചാൽ അത് വിശ്വേശ്വരയ്യയാണ്. എങ്കിൽ നമ്മുടെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെയും നാഷണൽ പ്ലാനിംഗ് കമ്മീഷന്റെയൊക്കെ ആദ്യ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ? ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം ആയിരിക്കുമല്ലോ. എന്നാൽ നമുക്ക് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി നോക്കാം. അതിനായിട്ട് ആദ്യം ഇങ്ങനെ ഈ കോഡ് കണക്ട് ചെയ്തോളൂ. കൃഷി ഹരമാക്കിയ ഓൾഡ് സ്കീമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. പഞ്ചവത്സര പദ്ധതികളിലെ ഏറ്റവും ഓൾഡ് സ്കീമാണല്ലേ, അതാണ് കൃഷി ഹരമാക്കിയ ഓൾഡ് സ്കീം. അതിൽ കൃഷി എന്നാൽ പ്രധാന ലക്ഷ്യം കാർഷിക മേഖലയുടെ വികസനവും ഭക്ഷ്യ സ്വയം പര്യാപ്തതയുമാണ്. നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളെയൊന്നും ആശ്രയിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൃഷി വരണം. നമ്മുടെ ആദ്യത്തെ പ്രയോറിറ്റി ഭക്ഷണമാണ്. അപ്പോ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ അതിനായിട്ട് കൃഷി ആരംഭിച്ചു. അത് വികസിക്കുമ്പോൾ നമുക്കുള്ള ഭക്ഷണവും ലഭിക്കും. കൃഷി ഹരമാക്കിയ ഓൾഡ് സ്കീം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മാതൃക തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ അത് ഹരോഡ് ഡോമർ മാതൃകയിലാണ് തയ്യാറാക്കിയത് എന്നും ഓർത്തോളൂ. ഇനി എന്താണ്? ഗ്രാൻഡായി നടപ്പിലാക്കാൻ യൂണിവേഴ്സിറ്റി കമ്മീഷനെ കൊണ്ടുവന്നു. ഒന്നാമത്തെ പദ്ധതി കൃഷി ഹരമാക്കിയ ഓൾഡ് സ്കീമാണെന്ന് പറഞ്ഞു. ഇത് ഗ്രാൻഡ് ആയിട്ട് നടപ്പിലാക്കാൻ യൂണിവേഴ്സിറ്റി കമ്മീഷനെ കൊണ്ടുവന്നു എന്നോർത്തോളൂ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതാണ് UGC 1953 നിലവിൽ വന്നു. എന്നിട്ട് 5 ഇന്ത്യൻ ടെക്നീഷ്യൻസിനെയും നിയമിച്ചു. ഇത് നടപ്പിലാക്കണ്ടേ? 5 ഇന്ത്യൻ ടെക്നീഷ്യൻസിനെയും നിയമിച്ചു. എന്തെന്നാൽ ആദ്യത്തെ IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആരംഭിക്കുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അങ്ങനെ 5 IIT ആണ് ഈ കാലയളവിൽ നിലവിൽ വന്നത്. ഇനി എന്താണ് വേണ്ടത്? കൃഷി നടപ്പിലാക്കണം. അതിന് ധാരാളം ജലം വേണമല്ലേ? കുറച്ചൊന്നും പോരാ ജലം. രാജ്യം മുഴുവൻ ഭക്ഷണം എത്തിക്കേണ്ടതാണ്. അപ്പൊ ധാരാളം ജലം കിട്ടുന്ന എവിടെയാണ്? ഹിമാലയമാണ്. ഹിമാലയം പ്രദേശത്തെ പാറയും കല്ലും ഒക്കെ മാറ്റി ഡാം പണിഞ്ഞു. ഹിമാലയം പ്രദേശം എന്നാൽ ഹിമാചൽ പ്രദേശ് എന്നോർത്തോളൂ. അവിടുത്തെ പാറയും കല്ലും ഒക്കെ മാറ്റിയാണ് ഡാം പണിഞ്ഞത്. ആ പേരിലുള്ള ഡാം ഏതായിരിക്കും? പാറ, കല്ല്, പക്രാനങ്കൽ, അങ്ങനെ ഓർത്തോളൂ. ഹിമാചൽ പ്രദേശിലെ പക്രാനങ്കൽ ഡാം വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എങ്കിൽ അടുത്ത ഡാം മഹാനദിയിലെ കുടിവെള്ളം കൊണ്ട് ഡാം പണിഞ്ഞു. ധാരാളം ജലം വേണം. അപ്പൊ അടുത്ത് ഹിമാലയം കഴിഞ്ഞാൽ പിന്നെ മഹാനദിയിൽ നിന്ന് ജലം എടുക്കാമെന്ന് കരുതി മഹാനദിയിലെ കുടിവെള്ളം, അതിൽ കുടി എന്നാൽ ഹിരാക്കുട്ട് ഡാം മഹാനദിയിൽ പണി കഴിപ്പിച്ചതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്ന് ഓർത്തോളൂ. അങ്ങനെ കണക്ട് ചെയ്തോളൂ. അങ്ങനെ ജലമെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ദാമോദർ വാലിയിൽ കൃഷി തുടങ്ങി. ദാമോദർ വാലിയിൽ കൃഷി തുടങ്ങി എന്നും ഓർത്തോളൂ. ദാമോദർ വാലി പദ്ധതി നിലവിൽ വരുന്നതും ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. അപ്പോ ഈസി ആയിട്ട് കണക്ട് ചെയ്യാമല്ലോ. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡലാണ്? ഹരോഡ് ഡോമർ മോഡൽ. പ്രധാന ലക്ഷ്യം കാർഷിക മേഖലയിലെ വികസനവും ഭക്ഷ്യ സ്വയം പര്യാപ്തതയുമാണ്. പക്രാനങ്കൽ, ഹിരാക്കുട്ട്, ദാമോദർ വാലി പദ്ധതികൾ ഈ സമയത്താണ് ആരംഭിച്ചത് അല്ലേ? കൃഷി ഹരമാക്കിയ ഓൾഡ് സ്കീം. അപ്പോ ലക്ഷ്യം കൃഷി ഹരമാക്കിയ ഹരോഡ് ഡോമർ. എങ്കിൽ ഗ്രാൻഡായി നടപ്പിലാക്കാൻ യൂണിവേഴ്സിറ്റി കമ്മീഷനെ കൊണ്ടുവന്നു. UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ 1953 നിലവിൽ വരുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഇത് നടപ്പിലാക്കാൻ വന്നത് 5 ടെക്നീഷ്യന്മാരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 5 IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിലവിൽ വരുന്നതും ഈ സമയത്താണ്. ഇനി ജലമാണ് വേണ്ടത്. ജലം കുറച്ച് ജലമൊന്നും പോരാ. അതിനായിട്ട് ഹിമാലയത്തിലെ പാറയും കല്ലും മാറ്റി ഡാം പണിഞ്ഞു. ഭക്ര നങ്കൽ ഡാം. പിന്നെ മഹാനദിയിൽ നിന്നും കുടിവെള്ളം എത്തിച്ചു. മഹാനദി, കുടി എന്നാൽ ഹിരാക്കുഡ് ഡാം. അപ്പോഴത്തേക്കും കർഷകനായിട്ടുള്ള ദാമോദരൻ വാലിയിൽ കൃഷി തുടങ്ങി. ഇതിനൊക്കെ നിർദ്ദേശിച്ചത് ആര് എന്ന് ചോദിച്ചാൽ, ഇതിന് എഴുതി സമ്മതം പ്രഖ്യാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അതൊരു രാജയാണ്. KN രാജാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കുന്നത് KN രാജാണ് എന്നും ഓർത്തോളൂ. എങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ നേടാൻ ആഗ്രഹിച്ചിരുന്ന വളർച്ചാ നിരക്ക് 2.1 ആണ്.
രണ്ടിന്റെ മുമ്പത്തെ നമ്പർ ആണല്ലോ 1, 2.1 അങ്ങനെ കണക്ട് ചെയ്തോളൂ. എന്നാൽ നമ്മൾ നേടിയത് അതിനേക്കാളും 1.5 കൂടുതൽ 3.6 ലക്ഷ്യം കൈവരിച്ചു. അതൊരു വിജയം തന്നെ ആയിരുന്നല്ലേ. 3യുടെ ഇരട്ടിയാണ് 6, 3.6. ഇതും ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വച്ചേക്കൂ. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ നിന്നും നമുക്ക് അറിയേണ്ടത് ഇത്രയും കാര്യമാണ്. ഈസി ആയിട്ട് കണക്ട് ആവില്ലേ. കൃഷി ഹരമാക്കിയ ഓൾഡ് സ്കീം കൃഷിയായിരുന്നു ലക്ഷ്യം. ഹരോഡ് ഡോമർ ഗ്രാൻഡായി നടപ്പിലാക്കാനായിട്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ വന്നു. 5 ടെക്നീഷ്യന്മാർ IIT, പിന്നെ ഹിമാലയത്തിലെ പാറയും കല്ലും പൊട്ടിച്ചു. എന്നാൽ ബക്രാനങ്കല് മഹാനദിയിൽ നിന്നും കുടിവെള്ളം, മഹാനദി ഹിരാക്കുഡ് ഇതെല്ലാം വന്നപ്പോഴത്തേക്കും ദാമോദരൻ വാലിയിൽ കൃഷി തുടങ്ങി. ദാമോദർ വാലി പദ്ധതി ഇതിനൊക്കെ വന്നിട്ട് എഴുതി സാങ്ഷൻ നൽകിയത് ഒരു രാജയായിരുന്നു, KN രാജ്. എന്നാൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1951 ഏപ്രിൽ 1 തൊട്ട് അടുത്ത 5 വർഷക്കാലം 1956 മാർച്ച് 31 വരെയാണ് എന്നും നിങ്ങൾ ഓർത്തോളൂ. പഞ്ചവത്സര പദ്ധതികൾ എന്നാണ്, 5 വർഷത്തെ പ്ലാൻ ആണല്ലേ. 1951 ഏപ്രിൽ 1 ഞാൻ പറഞ്ഞു, ഏപ്രിൽ ഫൂള് എന്ന്. അത് കഴിഞ്ഞിട്ടുള്ള 5 വർഷം 1956 വരെ ഏപ്രിൽ 1ന്റെ തലേ ദിവസം മാർച്ച് 31. ഇങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. എങ്കിൽ നമുക്ക് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി നോക്കാം. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1956 ഏപ്രിൽ 1 തൊട്ട് അടുത്ത 5 വർഷം കഴിഞ്ഞ് 1961 മാർച്ച് 31 വരെയാണ്. ഏപ്രിൽ 1ന്റെ തലേ ദിവസം മാർച്ച് 31. എന്നാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് ഊന്നൽ നൽകിയിട്ടുള്ളത് വ്യവസായത്തിനെ ഡെവലപ്പ് ചെയ്യുക എന്ന ആശയത്തിലാണ്. വ്യവസായം ഡെവലപ്പ് ചെയ്യുക. ആദ്യം കൃഷിയായിരുന്നു. കൃഷിയെല്ലാം ഡെവലപ്പായി കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭക്ഷണം എത്തി. ഇനി വേണ്ടത് വ്യവസായമാണ്. വ്യവസായത്തിലൂടെ എല്ലാവർക്കും തൊഴില്, പിന്നെ രാജ്യത്തിനുള്ള ധനമൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലേ. അങ്ങനെ 2 കൃഷി കഴിഞ്ഞ് അടുത്ത വ്യവസായം. ഇത് ആരുടെ മാതൃകയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് PC മെഹലനോബിസ് മോഡൽ ആണ് എന്നും ഓർത്തോളൂ. മെഹലനോബിസ് മാതൃക രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഈ കാലത്ത് നമ്മുടെ രാജ്യത്ത് വന്നിട്ടുള്ള ഇരുമ്പുരുക്ക് ശാലകളുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിൽ സ്ഥിരം ചോദ്യം വരാറുണ്ട്. അപ്പൊ കോർഡിനായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാം. മഹാപിശുക്കനായിട്ടുള്ള ഒരു വ്യവസായി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇരുമ്പുരുക്ക് ശാല പണിഞ്ഞു. എവിടെ? റൂറൽ ഏരിയയിലാണ്. പണിക്കാരായി എത്തിയത് ബിലാലിക്കയും ദുർഗയുമാണ്. പണിക്കാരായി ബിലാലിക്കയും ദുർഗയും നിയമിച്ചു എന്നും ഓർത്തോളൂ. ബിഗ് ബിയിലെ മമ്മൂക്കയുടെ ക്യാരക്ടറാണ് ബിലാലിക്ക. പിന്നെ ദുർഗ എന്നാൽ ദുർഗാ ദേവിയെ ഓർത്തോളൂ. കയ്യില് സ്റ്റീലിന്റെ ഷൂലോക്ക് കാണുമല്ലോ, അതും വെച്ചിട്ട് ഓർത്തോളൂ. ഇരുമ്പുരുക്ക് ശാലയാണ് വന്നത്, അത് വെച്ചിട്ട്. പിന്നെ ബിലാലിക്കയുടെ കയ്യിലും ഇരുമ്പിന്റെ തോക്ക് കാണും, പ്രൊട്ടക്ഷന്. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. മഹാപിശുക്കനായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PC മെഹലനോബിസ്. മഹാപിശുക്കൻ, മെഹലനോബിസ് വ്യവസായിയായിരുന്നു അദ്ദേഹം. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് വ്യവസായത്തിനാണ്. ഇരുമ്പുരുക്ക് ശാല പണിഞ്ഞു അദ്ദേഹം റൂറൽ ഏരിയയിൽ. പണിക്കാരായി എത്തിയത് ബിലാലിക്കയും ദുർഗയും. ഇതിലുണ്ട് ആ സമയത്ത് നിലവിൽ വന്ന ഇരുമ്പുരുക്ക് ശാലകൾ. റൂറൽ ഏരിയയിലാണ് പണിഞ്ഞതെന്ന് പറഞ്ഞു. റൂർക്കേല. പണിക്കാര് ബിലാലിക്ക എന്നാൽ ഭിലായ് എന്ന് ഓർത്തോളൂ. ദുർഗയും കൂടെയുണ്ട്. ദുർഗാപൂർ. ഈ 3 ഉരുക്ക് ശാലകളാണ് ആ സമയത്ത് നിലവിൽ വന്നത്. റൂർക്കേല, ഭിലായി, ദുർഗാപൂർ. റൂറൽ ഏരിയയില് ബിലാലിക്ക, ഭിലായി, പിന്നെ ദുർഗാദേവിയും ദുർഗാപൂര്. ഇത് 3ഉം ആ സമയത്ത് നിലവിൽ വന്നു എന്ന് ഓർത്തോളൂ. റൂർക്കേല ഒറീസയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് നിലവിൽ വന്നത്. റൂർക്കേല, ഒറീസ, ജർമ്മനി. ROG എന്നും ഓർത്ത് വെച്ചോളൂ. അല്ലെങ്കിൽ റൂർക്കേല OG, റിയൽ OG എന്നൊക്കെ പറയുന്ന പോലെ റിയൽ OG, റൂർക്കേല OG, ഒറീസ, ജർമ്മനി എന്നും ഓർത്ത് വെച്ചോളൂ. ഭിലായ് ഛത്തീസ്ഗഡിലാണ്, റഷ്യ. ബിലാലിക്ക CR ഫാൻ ആണ് എന്ന് ഓർത്ത് വെച്ചോളൂ. ഭിലായ്, C എന്നാൽ ഛത്തീസ്ഗഡ്, റഷ്യയിലാണ്. റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. എങ്കിൽ അടുത്തത് ദുർഗാപൂരാണ്. ദുർഗയ്ക്ക് ഇഷ്ടം കട്ടനും, കട്ടന്റെ കൂടെ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ആണ് എന്നും ഓർത്തോളൂ. ദുർഗയ്ക്ക് ഇഷ്ടം കട്ടൻ എന്ന് പറഞ്ഞു. ആ കട്ടൻ എന്നാൽ കൊൽക്കട്ടയാണ്. കൊൽക്കട്ട സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. അപ്പോ കൊൽക്കട്ടയിലല്ല ദുർഗാപൂര്, കൊൽക്കട്ട സ്ഥിതി ചെയ്യുന്ന വെസ്റ്റ് ബംഗാളിലാണ്. അപ്പൊ ദുർഗാപൂര് വെസ്റ്റ് ബംഗാള്. കട്ടന്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം എന്താണ്? ബ്രിട്ടാനിയ. ബ്രിട്ടന്റെ സഹായത്തോടു കൂടിയാണ് ദുർഗാപൂര് നിലവിൽ വരുന്നത് എന്നും ഓർത്തോളൂ. എങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ലക്ഷ്യം വെച്ചത് 4.5% വളർച്ചാ നിരക്കാണ്. അതിൽ നിന്നും കുറച്ച്
കുറവായിരുന്നു, നേടിയത് 4.27%. ഓൾമോസ്റ്റ് ഒരു 0.23%ന്റെ കുറവുണ്ടായിരുന്നു. ഒരു ക്വാർട്ടർ എന്ന് ഓർത്തോളൂ, ഒരു ക്വാർട്ടർ പെർസെന്റേജ് കുറവുണ്ടായിരുന്നു. എങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വരുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 1957 ഹോമി ജെ ഭാഭയുടെ നേതൃത്വത്തിലാണ് ഇത് സ്ഥാപിതമായത്. ഞാൻ പറഞ്ഞായിരുന്നു ഇരുമ്പുരുക്ക് ശാലകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതിനു വേണ്ടി ധാരാളം എനർജി വേണം, ആറ്റോമിക് എനർജി തന്നെ വേണം. അത് സപ്ലൈ ചെയ്തത് ഒരു ഭാഭ ഹോമം നടത്തിയിട്ടാണെന്ന് ചുമ്മാ കണക്ട് ചെയ്ത് വെച്ചോളൂ. ആറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്, ഹോമി ജെ ഭാഭയുടെ നേതൃത്വത്തിൽ. ഓക്കെ, PC മെഹ്ലനോബിസ് മാതൃകയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഇദ്ദേഹം ചില്ലറക്കാരനല്ല, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മെഹ്ലനോബിസ് ആണ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആഘോഷിക്കുന്നത് ജൂൺ 29 അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന്റെ അന്നുമാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത വൈസ്രോയി ആര് എന്ന് ചോദിച്ചാൽ അത് മേയോ പ്രഭു എന്ന് നിങ്ങൾ പറയണം. ഞാൻ കോഡിലൂടെ കണക്ട് ചെയ്ത് വൈസ്രോയി എന്ന ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. അതില് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, അദ്ദേഹത്തിന് വലിയൊരു പാടം ഉണ്ടായിരുന്നു. അവിടെ ധാരാളം പണിക്കാർ, ധാരാളം മേന്മാരെ പണി ചെയ്യാൻ വേണ്ടിയിട്ട് ജയിലിൽ നിന്ന് കൊണ്ടുവന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. യെസ്, ആൻഡമാൻ ജയില് നവീകരിച്ചത് മേയോ പ്രഭു ആണ്. പാടത്ത് മേയുന്നത് ഒരു സിംഹം, ഷേർ എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷേർ അലിയാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്. അവിടുത്തെ കൃഷി വികസിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് മാറും എന്ന് പറഞ്ഞാണ് ഞാനിത് കണക്ട് ചെയ്യുന്നത്. യെസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത വൈസ്രോയി ആര് എന്ന് ചോദിച്ചാൽ മേയോ ആണ്. അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത്. നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് കഴിയും എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്കിനി നോക്കാനുള്ളത് മൂന്നാമത്തെ 5 ഇയർ പ്ലാന്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചിട്ട് ഇങ്ങനെ ഓർത്തോളൂ, ഗോഡ് പ്ലാൻ ആയിരുന്നു, ദൈവത്തിന്റെ പദ്ധതി. ഗോഡ് പ്ലാന്, കൊടും ദുരിതമായിരുന്നു, എല്ലാം ദൈവത്തിന്റെ കയ്യിൽ എന്നും ഓർത്തോളൂ. ഗോഡ് പ്ലാൻ എന്നാൽ ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നത് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. കൊടും ദുരിതം എന്നാൽ ധാരാളം അനിഷ്ടങ്ങൾ സംഭവിച്ചു, അത് നമുക്ക് നോക്കാം. മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് ഊന്നൽ നൽകിയിട്ടുള്ളത് കൃഷി വ്യവസായം വികസനത്തിന് ഊന്നൽ നൽകി സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യമായിരുന്നു. ഒന്നാമത്തേല് നമ്മൾ കൃഷിയാണ് എയിം ചെയ്തത്, രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ വ്യവസായം. എന്നാൽ മൂന്നിലോ കൃഷിക്കും വ്യവസായത്തിനും ഊന്നൽ നൽകിയിട്ട് സ്വയം പര്യാപ്തത നേടാനായിട്ട് ശ്രമിച്ചു. മറ്റ് രാജ്യങ്ങളെയൊന്നും ആശ്രയിക്കാതെ നമ്മുടെ രാജ്യത്ത് വേണ്ട, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കി സ്വയം പര്യാപ്തത നേടണമെന്നൊക്കെ ആഗ്രഹിച്ചു വന്നതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. ഗോഡ് പ്ലാൻ ആയിരുന്നു, ഗാഡ്ഗിൽ യോജന. ധാരാളം ദുരന്തം സംഭവിച്ചു. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 1961 മുതൽ 66 വരെയുള്ള കാലഘട്ടത്തിലാണ് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി നടപ്പിലാകുന്നത്. എന്നാൽ 61 തുടങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു യുദ്ധം ഉണ്ടാകുന്നു. അതാണ് ഇന്ത്യ ചൈന വാർ 1962. 1966 കഴിയുന്നതെന്ന് പറഞ്ഞു ഈ പദ്ധതി. അതിനും ഒരു വർഷം മുന്നേ ഇന്ത്യ പാകിസ്ഥാൻ വാർ സംഭവിക്കുകയാണ് 1965. തുടങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോഴും തീരാനായിട്ട് ഒരു വർഷം ബാക്കിയുള്ളപ്പോഴും രണ്ട് യുദ്ധം. ആദ്യത്തേത് ഇന്ത്യ ചൈന വാർ 1962, രണ്ടാമത്തേത് ഇൻഡോ പാകിസ്ഥാൻ വാർ 1965. ഈ ഇൻഡോ പാകിസ്ഥാൻ വാർ 1965 എന്ന് പറഞ്ഞു. അതിനും ഒരു വർഷം മുന്നേ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു മരിക്കുകയാണ് 1964. എന്നാൽ 1965 ഇൻഡോ പാകിസ്ഥാൻ വാർ തുടങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ലാൽ ബഹദൂർ ശാസ്ത്രി മരിക്കുകയായിരുന്നു. അതിന്റെ സമാധാന സന്ധിക്ക് പോയപ്പോഴത്തേക്കാണ് 1966 മരണപ്പെടുന്നത്. അപ്പോ രണ്ട് പ്രൈം മിനിസ്റ്ററും മരണപ്പെട്ടു, രണ്ട് യുദ്ധങ്ങൾ നടന്നു. ജവഹർലാൽ നെഹ്റുവിന്റെയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തിന് ശേഷം 13 ദിവസ കാലയളവിന് വേണ്ടിയിട്ട് നമ്മുടെ ആദ്യത്തെ താൽക്കാലിക പ്രധാനമന്ത്രി നിയമിതനാവുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഗുൽസാരി ലാൽ നന്ദ. നമ്മുടെ ആദ്യത്തെ താൽക്കാലിക പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് ഗുൽസാരി ലാൽ നന്ദയാണ്. ജവഹർലാൽ നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും മരണത്തെ തുടർന്ന് 13 ദിവസ കാലയളവിലാണ് ഇദ്ദേഹം ഇരുന്നത്. അപ്പോ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ പ്രധാനമന്ത്രിമാരായിട്ട് 3 ലാൽമാരാണ് വരുന്നത് അല്ലേ. ജവഹർലാൽ നെഹ്റു അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം താൽക്കാലികമായിട്ട് ഗുൽസാരി ലാൽ നന്ദ വന്നു, അതിലൊരു ലാലുണ്ട്. പിന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി ചുമതലയേൽക്കുന്നു, അദ്ദേഹവും മരണപ്പെട്ടതിന് ശേഷം താൽക്കാലികമായിട്ട്
ഗുൽസാരിലാൽ നന്ദ പിന്നെയും ചുമതല ഏറ്റു 13 ദിവസത്തേക്ക് എന്ന് ഓർത്തോളൂ. അപ്പോ കൊടും ദുരിതമായിരുന്നു. ഇതിന്റെയൊക്കെ അവസാനം പച്ചക്കൊടി കാട്ടിയിട്ട് ഒരു സ്വാമി എത്തി. ഗോഡ് പ്ലാൻ എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഇവിടെയും പച്ചക്കൊടി കാട്ടി ഒരു സ്വാമി എത്തുകയാണ്. അതാണ് MS സ്വാമിനാഥൻ. പച്ചക്കൊടി എന്നാൽ ഗ്രീൻ റവല്യൂഷൻ എന്ന് ഓർത്തോളൂ. 1965 മുതൽ 1968 കാലഘട്ടം വരെയാണ് ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യയിൽ വൻ വിപ്ലവം സൃഷ്ടിച്ചത് എന്നും ഓർത്തോളൂ. ഇത് പുതിയനം വിത്തുകള്, വളങ്ങള്, കീടനാശിനികള്, യന്ത്രങ്ങള്, ഇതിലൂടെയൊക്കെ നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷനിൽ വൻ രീതിയിലുള്ള വിപ്ലവമാണ് സൃഷ്ടിച്ചത്. നമ്മൾ അന്ന് തന്നെ വളരെ ഹൈ ആയിട്ടുള്ള ജനസംഖ്യ ഉള്ള ഒരു രാജ്യമാണ്. അപ്പൊ അത്രയും ജനങ്ങൾക്ക് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിരുന്നു. അപ്പൊ അതിനൊക്കെ വന്നിട്ട് വളരെയധികം സമനം കൊണ്ടുവന്നു. ഈ ഒരു വിപ്ലവത്തിലൂടെ ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. അതാണ് ഇത്രയും ദുരിതങ്ങൾക്കിടയിലും പച്ചക്കൊടിയുമായിട്ട് സ്വാമി എത്തി എന്ന് പറയുന്നത്. എങ്കിൽ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്ന് വേൾഡ് ലെവലിൽ അറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ് എന്നും ഓർത്തോളൂ. അപ്പോ 3ാം പഞ്ചവത്സര പദ്ധതി മൊത്തത്തില് ദുരന്തമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. 2 യുദ്ധം സംഭവിച്ചു, 2 പ്രൈം മിനിസ്റ്റേഴ്സ് കൊല്ലപ്പെട്ടു, 2 പ്രൈം മിനിസ്റ്റേഴ്സ് മരിച്ചു. അത് മാത്രമല്ല 1964-65 കാലഘട്ടത്തില് കൊടിയ വരൾച്ച സംഭവിച്ചു. അപ്പൊ ഇത്രയുമൊക്കെ നടന്നപ്പോഴത്തേക്കും ഒരു പ്ലാനും നടന്നിട്ടില്ല. അങ്ങനെ തൊട്ടടുത്ത് നമ്മുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ മകളായിട്ടുള്ള ഇന്ദിരാഗാന്ധി ഏൽക്കുകയാണ്. ഇന്ദിരാഗാന്ധി പറഞ്ഞു, 3ാമത്തെ പഞ്ചവത്സര പദ്ധതി കൊടും ഫ്ലോപ്പായ സ്ഥിതിക്ക് ഇനി 3 വർഷം നമുക്ക് പ്ലാൻ ചെയ്യണം. അതുകൊണ്ട് 3 വർഷം ഹോളിഡേ തീരുമാനിച്ചു എന്ന് കണക്ട് ചെയ്ത് പഠിച്ചോളൂ. 1966 ശേഷം 3ാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് ശേഷമുള്ള 3 വർഷം 67, 68, 69 പ്ലാൻ ഹോളിഡേ ആണ്. പ്ലാൻ ചെയ്തിട്ട് തിരിച്ചു വരാമെന്നാണ് തീരുമാനിച്ചത്. അതിനുവേണ്ടി ഹോളിഡേ എടുത്തു ഇന്ദിരാഗാന്ധി എന്നിടത്തോളൂ. പ്ലാൻ ഹോളിഡേ 1967, 68, 69 അങ്ങനെ ഒരു 3 വർഷം വാർഷിക പദ്ധതികളാണ് അവതരിപ്പിച്ചത്. അപ്പൊ പ്ലാൻ ഹോളിഡേ ഏത് വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1966 മുതൽ 1969 വരെയുള്ള കാലഘട്ടത്തിൽ ആണ് എന്നും ഓർത്തോളൂ. ഇനി നോക്കാനുള്ളത് 4ാമത്തെ പഞ്ചവത്സര പദ്ധതികളാണ്. 3ാമത്തെ പഞ്ചവത്സര പദ്ധതി കൊടിയ ദുരിതമാണ് എന്നുണ്ടെങ്കിൽ 4ാമത്തെ പഞ്ചവത്സര പദ്ധതി ശോകമാണ് എന്ന് ഓർത്തോളൂ. 1, 2, 3 നമ്മൾ നോക്കി. അത് കഴിഞ്ഞിട്ട് 3 വർഷം പ്ലാൻ ഹോളിഡേ വന്നു. ഇനി 4, 5, 6 പ്രൈം മിനിസ്റ്റർ ആര് എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്. ഇടയ്ക്ക് മൊറാർജി ദേശായി വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം. എങ്കിൽ 4, 5, 6 പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആണ് എന്നും ഓർത്തോളൂ. ഞാൻ പറഞ്ഞു 4 ശോകം ആണ് എന്ന്. അതിന് കാരണമുണ്ട്, അതിങ്ങനെ ഓർത്തോളൂ. 4ൽ ശോകമായിരുന്നു. അവസാനം ശോകം മാറ്റാനായിട്ട് ആരെയും ആശ്രയിക്കാതെ സാമ്പത്തികമായിട്ട് വളരണം എന്ന് തീരുമാനിച്ചു. 3ല് കൊടിയ യുദ്ധവും പ്രൈം മിനിസ്റ്ററൊക്കെ മരിച്ചതാണല്ലേ. അപ്പൊ ഇനി വന്നിട്ട് സാമ്പത്തികമായിട്ട് വളരണം, ആരെയും ആശ്രയിക്കാതെ തന്നെ നമുക്ക് മുമ്പോട്ട് പോകണം, ആ ശോകമൊക്കെ മാറ്റണമെന്ന് തീരുമാനിച്ചിരുന്നു. അതിനായിട്ട് 14 ബാങ്ക് കൊണ്ടുവന്നു ഇന്ദിരാഗാന്ധി എന്ന് ഓർത്തോളൂ. അപ്പോഴേക്കും യുദ്ധം വന്നു, പാകിസ്ഥാനെ പിളർത്തി 2ആക്കി, ബുദ്ധനും ചിരിച്ചു എന്ന് ഓർത്തോളൂ. അതിലുണ്ട് നമുക്ക് കണക്ട് ചെയ്യാം. 4ാമത്തെ പഞ്ചവത്സര പദ്ധതി ആരുടെ പ്ലാന് എന്ന് ചോദിച്ചാൽ അശോക് രുദ്ര മോഡലിലാണ്. 4ാമത്തത് ശോകം എന്നാൽ അശോക് രുദ്ര മോഡലാണ്. ഇവിടുത്തെ ലക്ഷ്യം എന്ത് എന്ന് ചോദിച്ചാൽ സാമ്പത്തിക സ്ഥിരതയും സ്വയം പര്യാപ്തതയുമാണ്. ആണ് ഞാൻ പറഞ്ഞത്, ശോകമാണ്. ശോകം മാറ്റാനായിട്ട് ആരെയും ആശ്രയിക്കാതെ സാമ്പത്തികമായിട്ട് വളരണം എന്ന് പ്ലാൻ ചെയ്തു. അതാണ് സാമ്പത്തിക സ്ഥിരതയും സ്വയം പര്യാപ്തതയും. അതിനായിട്ട് 14 ബാങ്ക് കൊണ്ടുവന്നു ഇന്ദിരാഗാന്ധി എന്നാണ്. 1969 നമ്മൾ ആദ്യമായിട്ട് നാഷണലൈസേഷൻ ചെയ്തത് 14 ബാങ്കുകൾ 1969 ഗാന്ധിജി ജനിച്ച് 100 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ദിരാഗാന്ധി 14 ബാങ്ക് ദേശസാൽക്കരിച്ചു എന്ന് ഓർത്തോളൂ. എങ്കിൽ ഇതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് യുദ്ധം വന്നു എന്നാണ് പറഞ്ഞത്. 1971 ഇൻഡോ പാക് വാറും സംഭവിച്ചു. ഇനി യവന്മാരെ അങ്ങനെ വിട്ടാൽ പറ്റില്ല. 3ാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് 1965 യുദ്ധം ഉണ്ടായി, എന്നാൽ 4ല് വീണ്ടും യുദ്ധം ഉണ്ടായി. എങ്കിൽ ഇനി അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞ് പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഇന്ദിരാഗാന്ധി അങ്ങ് പിളർത്താൻ പറഞ്ഞു. അങ്ങനെ ബംഗ്ലാദേശും പാകിസ്ഥാനും 2ആയി. ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും ബുദ്ധൻ ചിരിച്ചു. സ്മൈലിംഗ് ബുദ്ധ, ഇന്ത്യയുടെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണം സ്മൈലിംഗ് ബുദ്ധ സംഭവിക്കുന്നതും ഈ 4ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് എന്നും ഓർത്തോളൂ. അതാണ്
ബുദ്ധൻ ചിരിച്ചു എന്നത്. ഒരു ബുദ്ധ പൂർണിമ ദിവസത്തിന്റെ അന്നായിരുന്നു 1974 നമ്മൾ ആദ്യമായിട്ട് അണുബോംബ് പരീക്ഷിച്ചത്. അതാണ് സ്മൈലിംഗ് ബുദ്ധ എന്ന പേര് വരാൻ കാരണം. എങ്കിൽ ഇതില് വളർച്ച ലക്ഷ്യമിട്ടിരുന്നത് 5.7%. എന്നാൽ നമ്മൾ കൈവരിച്ച വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.3%. വളരെ കുറവാണല്ലേ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് വന്ന ഈ യുദ്ധമൊക്കെ തന്നെയാണ്. 13 ദിവസം കൊണ്ടെന്തോ പാകിസ്ഥാൻ അന്ന് ചുരുട്ടി കെട്ടി. പക്ഷേ നമുക്ക് ഇതിൽ വന്നിട്ട് സാമ്പത്തികമായിട്ട് അത്രയ്ക്കൊന്നും മുന്നേറാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോ 4ാമത്തെ പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പഠിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? എങ്കിൽ അടുത്തതിലേക്ക് പോവാം. അപ്പോ 5ാമത്തെ പഞ്ചവത്സര പദ്ധതി. 5ാമത്തെ പഞ്ചവത്സര പദ്ധതി പറയുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു 3ലും 4ലും കൊടിയ ക്ഷാമവും ദാരിദ്ര്യവും ഒക്കെയാണ്. അപ്പോ 5ൽ ആ ദാരിദ്ര്യം മാറ്റാനായിരുന്നു പരിപാടി. യെസ്, 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ത് എന്നാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്വാശ്രയത്വവും ആയിരുന്നു. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ഇന്ദിരാഗാന്ധി ഏൽപ്പിച്ചതാരെ എന്ന് ചോദിച്ചാൽ അതൊരു ധറിനെയായിരുന്നു. യെസ്, DP ധർ മോഡൽ എന്ന് അറിയപ്പെടുന്നത് 5ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഇന്ദിരാഗാന്ധി ധറിനോട് പറഞ്ഞു, ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യത്തിനെ നിർമ്മാർജ്ജനം ചെയ്യൂ. യെസ്, ഗരീബി ഹട്ടാവോ ഏത് പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ധർ കുറച്ച് പരിപാടി കൊണ്ടുവന്നു. അതിൽ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് വേണ്ടത് മിനിമം നീഡായിട്ടുള്ള കാര്യം ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് അദ്ദേഹം കൊണ്ടുവന്നു. യെസ്, മിനിമം നീഡ് പ്രോജക്റ്റ് വരുന്നത് 5ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് 20 ദിന പരിപാടികളും അവതരിപ്പിച്ചു. ഈ 20 ദിന പരിപാടികൾ നടപ്പിലാക്കുമ്പോഴത്തേക്കും മനുഷ്യന്റെ ദാരിദ്ര്യം മാറും എന്ന് പറഞ്ഞു എന്നും ഓർത്തോളൂ. അപ്പൊ 20 ദിന പരിപാടികൾ നിലവിൽ വരുന്നതും ഈ 5ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലായിരുന്നു. അത് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ജസ്റ്റ് കോർഡിനായിട്ട് ഇങ്ങനെ ചുമ്മാ ഒന്ന് ഓർത്തോളൂ. ശുദ്ധമായിട്ടുള്ള ജലം വേണം, ആരോഗ്യം വേണം, പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം വേണം, ചിൽഡ്രൻസിനെ ഡെവലപ്പ് ചെയ്യണം, അവർക്ക് പഠിക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അന്ന് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലായിരുന്നു. എല്ലാവർക്കും ഇലക്ട്രിസിറ്റി നൽകണം. പിന്നെ അവർക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് പാത, അതും നാഷണൽ ഹൈവേ തന്നെ ആയിക്കോട്ടെ, അതും നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് ചുമ്മാ ഓർത്തോളൂ. നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോ 5ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്താണ് മിനിമം നീഡ്സ് പ്രോഗ്രാം കൊണ്ടുവന്നു. മിനിമം നീഡ് പദ്ധതികൾ പാവപ്പെട്ടവർക്ക് നൽകണം, എങ്കിലേ ദാരിദ്ര്യം മാറൂ എന്നല്ലേ പറഞ്ഞത്. അത് 1974 ലോഞ്ച് ചെയ്യുന്നത്. ടു പ്രൊവൈഡ് ബേസിക് ഫെസിലിറ്റീസ് ലൈക്ക് ക്ലീൻ വാട്ടർ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ടു ദ പുവർ. ഞാൻ പറഞ്ഞു, ആരോഗ്യം, ശുദ്ധമായിട്ടുള്ള വെള്ളം, എഡ്യൂക്കേഷൻ, ഇതെല്ലാം മിനിമം നീഡ് പദ്ധതിയിലൂടെയാണ് അദ്ദേഹം നടപ്പിലാക്കാനായിട്ട് നോക്കിയത്. പിന്നെ 20 പോയിന്റ് പ്രോഗ്രാം, 20 പരിപാടി ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയത് ഈ 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ 20 പരിപാടി കൊണ്ടുവന്നു. പിന്നെ ചൈൽഡിനെയൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അതാണ് ICDS, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ്. ഈ സ്കീം സ്റ്റാർട്ട് ചെയ്തത് 1975 ഗാന്ധി ജയന്തി ഒക്ടോബർ 2 എന്നും ഓർത്തോളൂ. 1975 ഗാന്ധി ജയന്തിക്ക് ചൈൽഡിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കി. പക്ഷെ ആ വർഷം തന്നെ അടിയന്തരാവസ്ഥയും വരികയായിരുന്നു. അത് ഇന്ദിരാഗാന്ധിക്ക് വലിയൊരു അടിയായി മാറുകയും ചെയ്തു. നമുക്ക് നോക്കാം. പിന്നെ ഈ കുട്ടികളെയൊക്കെ ഡെവലപ്പ് ചെയ്ത് വിദ്യാഭ്യാസം നൽകിയിട്ട് മാത്രം കാര്യമില്ല, അവർക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. യെസ്, ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് 1975 കൊണ്ടുവന്നത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. പിന്നെ സ്കൂളിൽ പോകാൻ ഹൈവേ ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അതിങ്ങനെ ഓർത്തോളൂ. നാഷണൽ ഹൈവേ സിസ്റ്റം, ദേശീയ പാതാ സംവിധാനം വരുന്നതും 5ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ആണ്. എന്നാൽ ഞാൻ പറഞ്ഞു, അടിയന്തരാവസ്ഥ വന്നതുകൊണ്ട് രാജ്യത്ത് വളരെയധികം പ്രശ്നങ്ങൾ അരങ്ങേറി. അങ്ങനെ ഇന്ദിരാഗാന്ധിയെ തകിടം മറിച്ചുകൊണ്ട് ജനതാ ഗവൺമെന്റിൽ നിന്നും മൊറാർജി ദേശായി വരികയാണ്. 1977 അദ്ദേഹം വന്നിട്ട് ഭരണത്തിൽ ഏൽക്കുന്നത്. അദ്ദേഹത്തിന് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ 5ാമത്തെ പഞ്ചവത്സര പദ്ധതി അത്ര ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം 1978 അതിനെ അങ്ങ് മാറ്റി. ഇനി 2 വർഷം റോളിംഗ് പ്ലാൻ. കാരണം ഞാൻ ഇന്ദിരാഗാന്ധിയെ റോൾ ചെയ്തിട്ടാണ് വന്നത്, അതാണ് റോളിംഗ് പ്ലാൻ. ഇനി ഞാൻ ഉള്ള കാലഘട്ടത്തിൽ റോളിംഗ് പ്ലാൻ ആണ് നടക്കുന്നത്. ഞാൻ റോൾ ചെയ്തിട്ട് വന്നവനാണ്. യെസ്, അതേ തുടർന്ന് 1978 മുതൽ 1980 വരെ 2 വർഷം വാർഷിക പദ്ധതികളായിട്ടുള്ള റോളിംഗ് പ്ലാൻ ആണ് സംഭവിച്ചത്. 3ാമത്തെ പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞപ്പോഴത്തേക്കും 3 വർഷം പ്ലാൻ ഹോളിഡേ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നു. ഇപ്പോ അത് കഴിഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിയെ റോൾ ചെയ്ത് 5ാമത്തെ പഞ്ചവത്സര പദ്ധതിക്കിടയില്
റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നു. 1978 ടു 1980 കാലഘട്ടത്തിൽ ആരാണ് റോള് ചെയ്യിപ്പിച്ചത്? മൊറാർജി ദേശായി ഇന്ദിരാഗാന്ധിയെ മുറയ്ക്കും. ഓക്കെ, മുറച്ചിട്ടാണ് റോൾ ചെയ്തതെന്നും ഓർത്തോളൂ. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോളൂ. 1978 ടു 1980 വരെയാണ്. എങ്കിൽ നമുക്ക് 6ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഇനി നോക്കാനുള്ളത്. 6ൽ ഇന്ദിരാഗാന്ധി വന്ന് റൂറലും ഡെവലപ്പാക്കി ഇന്ദിരയുടെ അരും കൊലയും സംഭവിച്ചു എന്ന് ഓർത്തോളൂ. 6ൽ റൂറലും ഡെവലപ്പായി ഇന്ദിരാഗാന്ധിയുടെ അരും കൊലയും സംഭവിച്ചു എന്ന് പ്രാസത്തിലൂടെ ഓർത്തോളൂ. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. 6ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം 1980 മുതൽ 1985 വരെയാണ്. ഞാൻ പറഞ്ഞു 5ാം പഞ്ചവത്സര പദ്ധതിയിൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാൾ വന്ന് മറിച്ചിട്ടു, റോള് ചെയ്തു. മൊറാർജി ദേശായി അല്ലേ. തിരിച്ച് 6ല് വീണ്ടും ഇന്ദിരാഗാന്ധി വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും 5ൽ നിർത്തിയിടത്ത് നിന്ന് തന്നെ തുടങ്ങാനായിട്ട് നോക്കും. എന്നാൽ ഇവിടെ അത് മാത്രമല്ല, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ഊന്നൽ നൽകിയ മേഖലകളാണ് ഇമ്പോർട്ടന്റ്. അത് റൂറൽ ഡെവലപ്മെന്റ് എന്നാൽ ഗ്രാമീണ വികസനമാണ്. അതിലൂടെ എംപ്ലോയ്മെന്റ് ജനറേഷൻ കൊണ്ടുവരാനായിട്ട് നോക്കി. എംപ്ലോയ്മെന്റ് ജനറേഷനും പിന്നെ റൂറൽ ഏരിയയിൽ വ്യാവസായിക വൽക്കരണവും കൊണ്ടുവരാനായിട്ട് നോക്കി. അതിനായിട്ട് ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം IRDP കൊണ്ടുവന്നു. ഇതിലെല്ലാം റൂറൽ കാണും. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം NREP കൊണ്ടുവന്നു. ട്രെയിനിങ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്, റൂറലിലുള്ള യൂത്തിനെ ട്രൈസം എന്ന് പറയും, സെൽഫ് എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കാനുള്ള പരിപാടി കൊണ്ടുവന്നു. പിന്നെ RLEGP, ദ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. റൂറലില് ലാൻഡ് ഇല്ലാത്തവർക്ക് വന്നിട്ട് ജോലി ഗ്യാരണ്ടി നൽകുന്ന പ്രോഗ്രാം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. പിന്നെ ഇതിനൊക്കെ വന്നിട്ട് ഫണ്ടിങ് വേണം. അതുകൊണ്ട് റൂറൽ ഏരിയയിൽ അഗ്രികൾച്ചറിനൊക്കെ ഫണ്ട് ചെയ്യുന്ന ഒരു ബാങ്ക് വന്നു. അതാണ് നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. എല്ലാത്തിലും റൂറൽ ഉണ്ട്. അതാണ് ഇതിന്റെ കോഡ് IRDP, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. റൂറലിനെ ഡെവലപ്മെന്റ് ചെയ്യിപ്പിക്കുന്ന പ്രോഗ്രാം. പിന്നെ NREP, റൂറലിലുള്ള എംപ്ലോയ്മെന്റ് കൂട്ടുക എന്നുള്ള പരിപാടി. പിന്നെ ട്രിസം, പിന്നെ RLEGP, നബാർഡ്, ഇത്രയും കാര്യങ്ങൾ ആണ് കൊണ്ടുവന്നത്. പിന്നെ ഗ്രോത്ത് ലക്ഷ്യം വെച്ചിരുന്നത് 5.2%, എന്നാൽ 5.7% അച്ചീവ് ചെയ്തു. 5ല് ഇന്ദിരാഗാന്ധി തോറ്റ് പിന്മാറിയെങ്കിലും 6ൽ വന്ന് റൂറലിനെയും ഡെവലപ്പ് ചെയ്ത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് നോക്കി. അങ്ങനെ അച്ചീവ് ചെയ്തു. 5.2%-ന് പകരം 0.5 കൂടെ ചേർത്ത് 5.7% ആക്കി. അത് മാത്രമല്ല, ഇൻവെസ്റ്റ്മെന്റ് യോജനയും വന്നത് 6ലാണ്. കാരണം ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് റൂറൽ ഏരിയയിൽ ഇന്ദിരാഗാന്ധി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ഈ യോജനയിലാണല്ലേ. അപ്പോ ഇൻവെസ്റ്റ്മെന്റ് യോജന വന്നതും 6ലാണ് എന്ന് ഓർത്തോളൂ. അത് മാത്രമല്ല, 1984 6ാമത്തെ പഞ്ചവത്സര പദ്ധതിക്കിടയിലാണ് ഇന്ദിരാഗാന്ധി സിഖുകാരുടെ വെടിയേറ്റ്, അംഗരക്ഷകരായിട്ടുള്ള സിഖുകാരുടെ വെടിയേറ്റ് മരിക്കുന്നത് 1984. അതാണ് 6ൽ അരിങ്കൊലയും സംഭവിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. ഇതേ തുടർന്ന് യങ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് വരുന്നത്, അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള രാജീവ് ഗാന്ധി. അപ്പോ 7ൽ യങ്സ്റ്റർ എന്ന് ഓർത്തോളൂ. 7ൽ യങ്സ്റ്റർ ആണ്. ഇദ്ദേഹത്തിന്റെ കാലത്ത് വളരെയധികം വിപ്ലവങ്ങൾ സംഭവിച്ചു. എന്നാൽ അതിനോടൊപ്പം തന്നെ യങ്സ്റ്റർ അല്ലേ, കുറച്ച് ധൂർത്തും കൂടുതലാണ്. അങ്ങനെ സാമ്പത്തികമായിട്ട് വളരെയധികം പ്രശ്നങ്ങളും ഉണ്ടായി എന്നും ഓർത്തോളൂ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. 7ൽ യങ്സ്റ്റർ എന്ന് ഓർത്തോളൂ. യങ്സ്റ്റേഴ്സ് സാധാരണ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? യങ്സ്റ്റേഴ്സിന് ഏറ്റവും ഇഷ്ടം ഫുഡ് കഴിക്കൂ, വർക്ക് ചെയ്യാനും പിന്നെ പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കാനുമാണ്. 7ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഫുഡ്, വർക്ക് ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഇത് സാം പിത്രോഡ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. 1985 മുതൽ 1990 കാലഘട്ടം വരെയാണ്. ആ യങ്സ്റ്റർ ആര് എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ യങ് ആയിട്ടുള്ള പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. അപ്പോ 7ൽ യങ്സ്റ്റർ. അദ്ദേഹം ചെയ്ത കാര്യം, അമ്മയുടെ ഓർമ്മയ്ക്കായി അമ്മ മരിച്ച് അടുത്ത വർഷം IAS കൊണ്ടുവന്നു. IAS എന്നാൽ ഇന്ദിരാ ആവാസ് യോജന സ്കീമാണ്. അമ്മ മരിച്ച് അടുത്ത വർഷം. പിന്നെ അദ്ദേഹത്തിന്റെ മുത്തച്ഛനുണ്ടല്ലേ, അപ്പൊ മുത്തച്ഛന്റെ 100ാം ജന്മവാർഷികം 1989 1889 അദ്ദേഹം ജനിക്കുന്നത്. 100ാം ജന്മവർഷത്തില് JRY കൊണ്ടുവന്നു. ജവഹർലാൽ നെഹ്റു റോസ്ഗാർ യോജന 1989 അദ്ദേഹം കൊണ്ടുവന്നു.
യങ്സ്റ്റർ ആണ്. IT മേഖലയിൽ കുതിച്ചു ചാടി. IT മേഖലയിലൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. ഇന്ത്യൻ IT-യുടെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് രാജീവ് ഗാന്ധിയാണ്. ജോലി സാധ്യത കൂട്ടി. പിന്നെ ഈ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് റാപ്പിഡ് ആയിട്ട് ഫുഡ് ഗ്രോത്ത് ഉണ്ടാക്കി. ഫുഡിന്റെ കാര്യത്തിൽ വൻ വികസനം ഉണ്ടാക്കി. പക്ഷെ ഫൈനാൻസിൽ പണി കിട്ടി. ഇന്ത്യയിൽ പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തിക മേഖലയിലൊക്കെ പൈസ അച്ചടിച്ച് അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. പണപ്പെരുപ്പം ഉണ്ടായി. IMF-ൽ നിന്നും എടുത്ത കാശൊന്നും കൃത്യസമയത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ധാരാളം ഇന്ത്യയുടെ ഗോൾഡ് കൊണ്ടുവന്നിട്ട് ഇംഗ്ലണ്ടില് പ്ലെഡ്ജും വച്ചു. പണയവും വെക്കേണ്ടി വന്നു. സന്ദേശം സിനിമയിൽ പറയുന്നുണ്ട്, ശ്രീനിവാസൻ ചേട്ടൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ IMF-കാര് വരും ജപ്തി ചെയ്യാനായിട്ട്, നോക്കിക്കോ എന്ന് പറയുമ്പോഴത്തേക്കും ജയറാമേട്ട പറയും, ആ കുഴപ്പമല്ലേ, നമ്മളെ ഗോൾഡൊക്കെ കൊണ്ടുവന്നിട്ട് പണയം വെച്ചിട്ടുണ്ട്, ആ കാശെടുത്തങ്ങ് കളിക്കും, ഇതൊക്കെ കുടുംബ സ്വത്തല്ലേ എന്ന് ശ്രീനിവാസൻ ചേട്ടൻ ചോദിക്കും. അത് ഈ വിഷയമാണ് എന്നും ഓർത്തോളൂ. ആ സമയത്ത് പണപ്പെരുപ്പം വന്നു. യങ്സ്റ്റർ അല്ലേ, ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ എടുത്തങ്ങ് കളിച്ചു എന്നും ഓർത്തോളൂ. പിന്നെ യങ്സ്റ്ററിനെ വെച്ച് കണക്ട് ചെയ്യേണ്ടത് എന്താണ്? യങ്സ്റ്ററിന് ഏറ്റവും കൂടുതൽ വേറെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കാനായിരിക്കും. പിന്നെ ഫോൺ ഇഷ്ടമാണ്, ടെലികോം ഇഷ്ടമാണ്, പിന്നെ യാത്ര ഇഷ്ടമാണ്, ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമായിരിക്കും അല്ലേ. യെസ്, സ്ട്രെങ്തനിങ് എനർജി, ടെലികോം ആൻഡ് ട്രാൻസ്പോർട്ട് ഈ 7ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് വന്നത്. ഊർജം, ടെലികോം, ഗതാഗതം എന്നിവ ശക്തിപ്പെടുത്തി. പിന്നെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് 5% ആണ്. എന്നാൽ അച്ചീവ് ചെയ്തത് 6.01% ഗ്രോത്ത് ഉണ്ടാക്കി. എങ്കിലും ഈ പണപ്പെരുപ്പം എല്ലാം കാരണം ഇതൊരു സക്സസ്ഫുൾ പഞ്ചവത്സര പദ്ധതി എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വ്യവസായങ്ങളുടെയും കൃഷിയുടെയും ആധുനികവൽക്കരിക്കുക എന്നുള്ളതായിരുന്നു ഈ 7ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ നയം. എന്നാൽ ഇതേ തുടർന്ന് 2 വർഷം അടുത്ത പഞ്ചവത്സര പദ്ധതിക്കുള്ള എമൗണ്ട് ഒന്നും ഇല്ലാതെ ഞാൻ പറഞ്ഞു ഫ്ലോപ്പ് ആയതിനെ തുടർന്ന് 91-92 കാലഘട്ടം വന്നിട്ട് ആനുവൽ പ്ലാനിലോട്ട് പോവുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ പഞ്ചവത്സര പദ്ധതി വന്നില്ല. എന്നാൽ 8-ല് തിരിച്ച് ഈ പണമെല്ലാം പിടിക്കാനായിട്ട് ഫൈറ്റുമായിട്ട് ഒരാൾ വരുന്നുണ്ട്. അതാണ് മൻമോഹൻ സിംഗും നരസിംഹ റാവുവും. നരസിംഹ റാവു ആയിരുന്നു പ്രൈം മിനിസ്റ്റർ, ഫൈനാൻസ് മിനിസ്റ്റർ മൻമോഹൻ സിംഗും ആയിരുന്നു. അവര് രണ്ടുപേരും കൂടെ ചേർന്ന് 8-ൽ ഫൈറ്റ് ചെയ്യും. അത് നമുക്ക് നോക്കാം. 8-ൽ ഫൈറ്റ് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. യെസ്, മൻമോഹൻ സിംഗ് ആയിരുന്നു അപ്പോഴത്തെ ഫൈനാൻസ് മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ നരസിംഹ റാവു. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവന്നു. അങ്ങനെയാണ് ഫൈറ്റ് ചെയ്തത്. അതിലേക്കായിട്ട് അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LPG അവതരിപ്പിച്ചു എന്ന് ഓർത്തോളൂ. LPG ഗ്യാസ് അല്ല, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഈ ഫിനാൻഷ്യൽ പ്രതിസന്ധി എല്ലാം പരിഹരിക്കാനായിട്ട് ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ എല്ലാം ലിബറൽ ചെയ്തു കൊടുത്തു. വ്യവസായങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും അവർക്ക് പണ്ട് ഈ 100 കൊനഷ്ടായിരുന്നു. മിഥുനം സിനിമ കാണുമ്പോൾ അതിൽ ലാലേട്ടൻ കിടന്ന് ഓടുന്നു കണ്ടിട്ടില്ലേ? ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്തു. എങ്കിലല്ലേ നമ്മുടെ ഫൈനാൻസ് മുമ്പോട്ട് പോകും. ലോകത്തിൽ ഡെവലപ്പ് ആയിട്ടുള്ള എല്ലാ കൺട്രീസും ചെയ്തിട്ടുള്ളത് അതാണ്. അപ്പൊ ആ നൂലാമാലകളെല്ലാം മാറ്റി ഉദാരവൽക്കരണം കൊണ്ടുവന്നു, സ്വകാര്യവൽക്കരണം കൊണ്ടുവന്നു. സ്വകാര്യ സ്ഥാപനങ്ങൾ, ഇൻഡസ്ട്രീസിനെല്ലാം വന്ന് പ്രോത്സാഹനം നൽകി. നമ്മൾ എല്ലാ ജനങ്ങൾക്കും വന്നിട്ട് ജോലി കിട്ടണ്ടേ? എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കൊടുക്കാനായിട്ട് പറ്റോ? ഇത്രയും ജനസംഖ്യയുള്ളിടത്ത് പറ്റില്ല. പിന്നെ ആഗോളവൽക്കരണം, ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സിനെ ഇങ്ങോട്ടും, പിന്നെ നമ്മളെ എക്സ്പോർട്ട് ഇമ്പോർട്ട് പുറത്തോട്ടും നമ്മൾ കയറ്റുമതി ചെയ്യുന്നതും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വന്നിട്ട് കുതിച്ചുചാട്ടം ഉണ്ടാക്കി. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ IMF-ലുള്ള കടത്തിൽ നിന്നെല്ലാം വന്നിട്ട് മോചനം നേടി. പുത്തൻ സാമ്പത്തിക നയം ഒരു വിജയമായിരുന്നു. 8th 5-year പ്ലാന്. 8 ഫൈറ്റ് ചെയ്ത് മൻമോഹനും നരസിംഹനും തിരിച്ചെടുത്തു എന്നും ഓർത്തോളൂ. 8ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട സ്കീമുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന വന്നത് 8ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. പിന്നെ മിഡ് ഡേ മീൽ 1995-ലും ഈ കാലഘട്ടത്തിലാണ് വരുന്നത് എന്ന് ഓർത്തോളൂ. അത് മാത്രമല്ല 1992-ലെ പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി അമെന്റ്മെന്റ് ബില്ലെല്ലാം വന്നത് ഈ കാലഘട്ടത്തിലാണ്. അപ്പോ 8-ല് ഫൈറ്റ് ചെയ്തു നരസിംഹനും മൻമോഹനും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എങ്കിൽ 9ാമത്തെ പഞ്ചവത്സര പദ്ധതി നയൻ. ജനങ്ങളോട് ചോദിച്ചു നയൻ എങ്ങനെയുണ്ട്? ജനങ്ങൾ പറഞ്ഞു നയൻ ഫൈൻ എന്നാണ്. നയൻ ഫൈന്. യെസ്, ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. അതിനൊരു കാരണവുമുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 50 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും വരുന്ന പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ അത് ജനകീയ പഞ്ചവത്സര പദ്ധതിയാണ്. അതാണ് നയൻ ഫൈൻ എന്ന് ഓർത്തോളൂ എന്ന് പറഞ്ഞത്. BJP-യിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി വന്നതും ഈ 9ാമത്തെ പഞ്ചവത്സര
പദ്ധതിയാണ്. അടൽ ബിഹാരി വാജ്പേയി BJP-യിൽ നിന്നും വന്നിട്ട് ജനങ്ങളോട് ചോദിച്ചു നയൻ കൈസേ ഹേ, അപ്പൊ എല്ലാരും പറഞ്ഞു ഫൈൻ ഹേ. അതാണ് നയൻ ഫൈന് എന്ന് ഓർത്തോളൂ. വളർച്ചാ ലക്ഷ്യം 6.5% ആണ് GDP-യിൽ ലക്ഷ്യമിട്ടത്. എന്നാൽ 5.4% ലക്ഷ്യം കണ്ടുള്ളൂ. കാരണം ആ സമയത്താണ് കാർഗിൽ യുദ്ധം സംഭവിച്ചത്. 9ാം പഞ്ചവത്സര പദ്ധതിയിൽ 1999 കാർഗിൽ യുദ്ധം ഇന്ത്യ പാകിസ്ഥാനിടയിൽ സംഭവിക്കുകയായിരുന്നു. എന്നാൽ പൊതുമേഖലയിൽ നിന്ന് സ്വകാര്യ മേഖലയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു പഞ്ചവത്സര പദ്ധതി കൂടിയായിരുന്നു. ഈ സമയത്ത് ധാരാളം സ്കീംസ് വന്നിട്ടുണ്ട്. മത്സര പരീക്ഷകളിൽ സ്ഥിരം സ്കീംസ് എന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ഈ കാലഘട്ടത്തിൽ നിന്നുള്ള സ്കീംസ് ചോദിക്കും. സ്കീംസിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, ഞാൻ അധികം വൈകാതെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ നിന്നും മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. ഇനി നോക്കാനുള്ളത് 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 10 കേരള മോഡൽ. നമ്മൾ A10 എന്നൊക്കെ അല്ലേ പറയുന്നത്, അതിലൊക്കെ ഒരു 10 ഉണ്ട്. മലയാളികളിലെ A10 എന്നൊക്കെ പറയുന്നത്, ലാൽ-A10, അതിലൊക്കെ ഒരു 10 ഉണ്ടല്ലോ, അത് വെച്ച് കണക്ട് ചെയ്തോളൂ. 10ാമത്തെ പഞ്ചവത്സര പദ്ധതി കേരള മോഡലാണ്. 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ ആദ്യകാലത്ത് AB വാജ്പേയി ആയിരുന്നു, പിന്നെ മൻമോഹൻ സിംഗ് ആണ് അതേ തുടർന്ന് ഭൂരിഭാഗം കാലവും 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ ഭരിച്ചിരുന്നത്. അപ്പോ കേരള മോഡൽ എന്നറിയപ്പെടുന്നു. 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 10 വർഷത്തിനുള്ളില് ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം ഇരട്ടിയാക്കുക. 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ 10 വർഷത്തിനുള്ളിൽ പ്രതിശീർഷ വരുമാനം ഇരട്ടിയാക്കാൻ ശ്രമിച്ചു. കേരളം വന്നപ്പോൾ ഇരട്ടിയാക്കി എന്നും ഓർത്തോളൂ. അത് മാത്രമല്ല, ടു റെഡ്യൂസ് ദ പോവർട്ടി റേഷ്യോ 15% ബൈ 2012. 2012 പോവർട്ടി റേഷ്യോ 15%ലോട്ട് കുറയ്ക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ റെഡ്യൂസിങ് ഇറ്റ് ബൈ 5% ഡ്യൂറിംഗ് ദ പ്ലാൻ പീരീഡ്. ഈ പ്ലാൻ പീരീഡിൽ പോവർട്ടി റേഷ്യോ 5% കുറച്ച് 2012 അത് 15%ലേക്ക് ചുരുക്കണം എന്നായിരുന്നു ഇതിലെ ഈ പ്ലാന് ലക്ഷ്യമിട്ടിരുന്നത്. നമ്മുടെ കേരളം പോലെ വിചാരിച്ചാൽ കേരളത്തിൽ ദാരിദ്ര്യം കുറവാണ്. കമ്പയറിംഗ് ടു മറ്റ് സ്റ്റേറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും മലയാളികൾക്ക് പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ വന്നിട്ട് കൂടുതലുണ്ട്. പക്ഷെ വന്നിട്ട് തൊഴിലിന് പോകത്തില്ല. അതുകൊണ്ട് തൊഴിലില്ലായ്മ കൂടുതലാണ് എന്നും ഓർത്തോളൂ. അതാണ് അവിടുത്തെ ഒരു വൈരുദ്ധ്യം. അപ്പോ നമ്മുടെ നാട്ടില് ദാരിദ്ര്യവും കുറവായിരുന്നു. അതുപോലെ ആക്കാനായിട്ട് കേരള മോഡലില് ശ്രമിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ വന്ന മെയിൻ ആയിട്ടുള്ളൊരു സ്കീമുണ്ട്. അതാണ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. അത് പിൽക്കാലത്ത് 2009 മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് ആയിട്ട് മാറുകയും ചെയ്തു. നമുക്ക് സ്കീം പഠിക്കുമ്പോൾ ഇതെല്ലാം വ്യക്തമായിട്ട് നോക്കാം. എങ്കിൽ 11ാമത്തെ പഞ്ചവത്സര പദ്ധതികൾ അതിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്താണ് ഈ പദ്ധതി തയ്യാറായത്. മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം വേഗത്തിലുള്ള കൂടുതൽ സമഗ്രമായിട്ടുള്ള വളർച്ചയാണ്. ഫാസ്റ്റർ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് ലക്ഷ്യമിട്ടിരുന്നത്. ഇതില് എയിം ചെയ്തത് 9% ആണ്. എന്നാൽ 8% ആണ് അച്ചീവ് ചെയ്തത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ദാരിദ്ര്യ നിരക്ക് 10% കുറയ്ക്കാനായിട്ട് തീരുമാനിച്ചതും ഈ പഞ്ചവത്സര പദ്ധതിയിലാണ്. 11 അതിൽ നിന്ന് 1 കുറവായിട്ടുള്ള 10 കുറയ്ക്കാനായിട്ട് തീരുമാനിച്ചു. അത് മാത്രമല്ല, വനമേഖല 5% വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചു. 2012 കാലഘട്ടത്തിലാണ് UN-ന്റെ അന്താരാഷ്ട്ര വനവർഷം എല്ലാം വരുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കണക്ട് ചെയ്തോളൂ. വനമേഖല 5% കൂടെ വർദ്ധിപ്പിക്കണം എന്നും ആഗ്രഹിച്ചു. അത് മാത്രമല്ല, 2007-2012 കാലഘട്ടത്തിലാണ് എടുത്ത സെൻസസിലാണ് ഇന്ത്യയുടെ ജനസംഖ്യ 121 കോടിയായി മാറുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ നമ്പർ 21 അല്ലേ, 121 കോടിയിലെ 21. യെസ്, അത് വെച്ച് കണക്ട് ചെയ്തോളൂ. ജനന നിരക്ക് 2.1 ആയി കുറയ്ക്കുക. ആ 2.1 അത് വെച്ചിട്ട് 2.1 ആയി കുറയ്ക്കണം 2009 എന്ന് തീരുമാനമെടുത്തതും ഈ പദ്ധതിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്താലും മതി. 11ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. അതിൽ നിന്നും 10 കൂട്ടിയാൽ 21. അതിൽ ഒരു പോയിന്റ് കൊടുത്ത് 2.1 ആക്കിയിട്ട് ജനന നിരക്ക് കുറയ്ക്കാൻ പ്ലാൻ ചെയ്തതും ഈ പദ്ധതി ആണ് എന്നും ഓർത്തോളൂ. നിങ്ങൾക്കറിയാം, 12ാമത്തെ പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 കാലഘട്ടം വരെയാണ്. എന്നാൽ അത് മുഴുവിച്ചില്ല. അതിന്റെ ലക്ഷ്യവും ഫാസ്റ്റർ ആൻഡ് മോർ സസ്റ്റൈനബിൾ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നായിരുന്നു 12ാമത്തെ പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരികയും ഇതിന് ബദലായിട്ട് നീതി ആയോഗ് കൊണ്ടുവരികയുമാണ് ചെയ്തത്. അപ്പോൾ പഞ്ചവത്സര പദ്ധതിയിൽ നിന്നും നമുക്ക് പഠിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്.
നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ജോയിൻ ചെയ്തോളൂ. ഈ ക്ലാസ്സിന്റെയൊക്കെ PPT PDF നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ അവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കും.